ഓ മഴവില്ലൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻസിലേക്കാണ് കേട്ടോ. മൈസൂർ ടൗണിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസ് ഉള്ളത്. ഇവിടെ 100 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരകത്ത് കയറ്റി വിടില്ല കേട്ടോ. നമ്മൾ രണ്ടാളെങ്കിലും ഉണ്ടാവണം മിനിമം. അങ്ങനെ ഒരു അനുഭവം ഇവിടെ കാണുന്നുണ്ടായിട്ടോ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഗാർഡനകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇതുള്ളത് കൃഷ്ണരാജസാഗർ ഡാമിനോട് ചേർന്നിട്ടാണ്. ആ ഡാം എന്ന് പറഞ്ഞാൽ കാവേരി നദിക്ക് കുറുകെയുള്ളതാണ് ഈ ഡാം കേട്ടോ. നമ്മുടെ ഈ വൃന്ദാവൻ ഗാർഡൻസ് ഉണ്ടാക്കിയത് 1932 ഒരു വർഷം ഏകദേശം 2 മില്യൻ്റെ അടുത്ത ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു കണക്ക്. അപ്പോൾ നമ്മളെ മൈസൂർ വൃന്ദാവൻ ഗാർഡനിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഗാർഡൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഗംഭീര ഫൗണ്ടനുകളുണ്ട്. ഫൗണ്ടനുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു വർക്കിൻ്റെ ആയിട്ട് എത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അല്ല, ചൊവ്വാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. ഈ സമയത്താണ് ഇവിടെ മൈസൂരിലും കർണാടക പരീക്ഷ നടക്കുകയാണ്. സ്കൂളിലൊക്കെ പരീക്ഷ നടക്കണം. നോമ്പുകാരാണ്, അതുകൊണ്ടുള്ള തിരക്ക് കുറവ്. അപ്പോൾ മൊത്തത്തിൽ വളരെ തിരക്ക് കുറവാണ്. അപ്പോൾ നല്ലൊരു ഫൗണ്ടൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ് ഫൗണ്ടൻ്റെ. മൈസൂർ വൃന്ദാവൻ ഗാർഡൻ. ദൂരെയൊക്കെ കാണാം നിറയെ ചെടികൾ ഇങ്ങനെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിൽ ഡാമാണ്. ഡാമിൻ്റെ കെട്ടിൻ്റെ കാഴ്ച. ദൂരെ ഒരു ഷട്ടർ പൊക്കമുള്ള ക്രെയിൻ സംവിധാനം അത് കാണാം. ഓക്കെ, അടിപൊളി കാഴ്ചകളാണ്. നല്ലൊരു പൂച്ചെടിയാണ്. മൈസൂർ വൃന്ദാവൻ ഗാർഡൻ. നല്ലൊരു ബോഗൺവില്ല ചെടിയാണ്. എന്ത് അതൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി പാടില്ല. കളഞ്ഞതാവും, പക്ഷെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിടിക്കും. പിന്നെ അതിനുള്ള പോലീസല്ലേ, ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ബാഗൊക്കെ തുറന്നു നോക്കി പോലീസ് ഉണ്ടാവും. പക്ഷെ കണക്കിൽ വരുമ്പോഴേ നമ്മൾ പറിച്ചതായിട്ട് വരും. ആരോട് പറയണം? നല്ലൊരു സീനാണ് കേട്ടോ അവിടെ. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഫണലിൽ കൂടെ പോയിട്ടേ റൗണ്ട് അടിച്ചാൽ അതിൻ്റെ മുകളിൽ കയറി നോക്കാം. നല്ല ഫൗണ്ടനാണ്. അപ്പോൾ നമ്മളേ ആ ഫൗണ്ടൻ കണ്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫൗണ്ടനാണത്. സൂപ്പറായിട്ട് വെള്ളം ചീറ്റുന്നുണ്ട്. ഓ, വെള്ളം ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെള്ളം കാറ്റടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, മഴവില്ലൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. വാ, സെൽഫി എടുക്കാം. അപ്പോൾ കേസ് നമ്മൾ അവിടെ സെൽഫി എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. അടുക്കെടുത്തോ, അതിൻ്റെ ഫോണിലെടുക്ക്. ഇന്ന് വീഡിയോ ആണോ? അങ്ങോട്ടെ അങ്ങോട്ടെ ഫോട്ടോ അങ്ങോട്ടെ. എവിടെ? അടിപൊളി.
ലൈനുണ്ട്, ആ ലൈനിന്റെ മോളിക്ക് കൊണ്ടാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നതിന്റെ മുഖത്ത് വെളിച്ചം വരുന്നില്ല. അതൊക്കെ കൊള്ളാം, നല്ല ഫോട്ടോ ഉണ്ട്. എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. അതിനെ ഗംഭീര ഫോട്ടോ എടുക്കാനും. വെള്ളം ഗംഭീരമായിട്ട് തെറിച്ചുകൊണ്ടിരിക്കുന്നത്. കുളക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പോണ്ട് ഹെറോൺ. അപ്പോൾ കേസ് അവിടെ ഒരു പ്രതിമ കാണാണ്ടേ. നമ്മൾ ആ പ്രതിമ ഒരു ദേവി ശില്പം എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ കേസ് നമ്മൾ പ്രതിമയുടെ അടുത്ത് എത്തി കേട്ടോ. ദേവി ശില്പമാണ്. ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു ശില്പം. താഴെ ചെറിയ വേറെ ശില്പം കൂടി ഉണ്ട്. ആനയുടെ ശില്പമുണ്ട് കേട്ടോ. ആനയുടെ തല ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ, ദേവി ശില്പം താൽക്കാലികമായ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ, പെർമനൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ്റെ സെൻറ്റർ പോർഷൻ കൂടെ നേരെ നടക്കാം കേട്ടോ മുന്നോട്ട്. അപ്പോൾ ആ നടപ്പിൽ എന്തൊക്കെ കാണാമല്ലോ നോക്കാം. ഇവിടെ 100-300 മീറ്റർ ദൂരേക്ക് ഡാമിൻ്റെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് വരാം കേട്ടോ. ആകാശത്ത് നിറയെ പരുന്തുകൾ പറക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഫൗണ്ടൻ. നല്ല ശക്തമായ വെള്ളം കേട്ടോ ഇത് ഫൗണ്ടനിൽ. ഡാമിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെഷീൻ വെച്ച് ഇപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. ചെടികളൊക്കെ പറിച്ച് മാറ്റി പുതിയ നടണം. പുല്ല് വെട്ടുന്ന മെഷീനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു സംഭവം കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു വെള്ളം അങ്ങനെ സ്റ്റെപ്പ് കൂടെ, ചെറിയ സ്റ്റെപ്പ് കൂടെ ചാടി ചാടി വരിക. മൈസൂർ വൃന്ദാവൻ ഗാർഡൻ. ഇവിടെ നടക്കാൻ നല്ല വിശാലമായ ടൈലൊക്കെ പതിച്ച സ്പേസ് ഉണ്ട്, നടക്കാം. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ സ്റ്റെപ്പിന് മുകളിൽ കൂടെ വെള്ളം അങ്ങനെ ചാടി ചാടി വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഓ, നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയ സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം ചാടി ചാടി വരുന്നത്. അപ്പോൾ കേസ് സൂര്യന് നമ്മൾ കണ്ട ഭാഗത്ത് കേട്ടോ നല്ല ഭംഗിയിൽ ചെടികൾ ഇങ്ങനെ ചുമരിന് മുതൽ ഇങ്ങനെ ചെരിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി, പലതരം കളറിലാണ് ചെടികൾ നിൽക്കുന്നത്. സൂപ്പർ സംഗതിയാണ് കേട്ടോ. പണ്ട് സ്കൂൾ കാലത്തെ പോയിരുന്ന ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടിയിലെ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ. ഇവിടെ ഇപ്പോൾ സ്റ്റെപ്പിൽ കൂടെ അല്ല വെള്ളം കയറുന്നത്, നേരെ മുകളിൽ നിന്ന് കുത്തനെ വെള്ളം താഴ്ത്തി കയറുകയാണ്.
അതിൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ ഭൂപടം വരച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ട്. ഇവിടെ ഒരു ശില്പമുണ്ട്. ഓ, ഇവിടെ നല്ല വൈഡായ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. മൊത്തം ഈ നമ്മുടെ ഗാർഡൻ്റെ മുകളിലൊരു ഷെഡുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാരാ? ഹിസ് ഹൈനസ് കൃഷ്ണരാജ വാഡ്യാർ ബഹാദൂർ മഹാരാജ. അപ്പോൾ രാജാവിൻ്റെ പ്രതിമയാണ് ഇവിടെ. 1884 ജനിക്കുകയും 1940 മരിക്കുകയും ചെയ്ത മഹാരാജാവിൻ്റെ പ്രതിമയാണ് കൃഷ്ണരാജ വാഡിയാർ. ഇവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നല്ല ഫോട്ടോ ആയിരിക്കും അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. സൂപ്പറായിരിക്കും. അവിടെ നിൽക്കുക, അവിടെ നിന്ന് എടുക്കുക. അതും എടുക്കാം. അപ്പോൾ ഡാമിൻ്റെ കെട്ടിവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമല്ല കേട്ടോ. ഡാമിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ അനുവാദമില്ല. ഇവിടെ നോ എൻട്രി ബോർഡ് ഉണ്ട്. നോ എൻട്രി ബോർഡ്. ഇവിടുന്ന് ഈ ബോർഡ് കഴിഞ്ഞാൽ, ഈ പോയിൻ്റ് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് പ്രവേശനമില്ല. കാവലിന് പോലീസുകാരുണ്ട്. പോലീസുകാരൻ പറഞ്ഞത് വർക്കേഴ്സിനും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിനും മാത്രമേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ്. ഡാം ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഗാർഡൻ മാത്രം കാണാം, തിരിച്ചു പോകാം. അതാണ് ഇന്നത്തെ സ്ഥിതിയുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗാർഡൻ്റെ ബാക്കി കാഴ്ചയിലേക്ക് നമ്മൾ പോകാം കേട്ടോ. ഇതൊക്കെ ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫൗണ്ടനും കാര്യങ്ങളൊന്നുമില്ല. ഇത് ചെടിയൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. പണിക്കാർ, സ്റ്റാഫുണ്ട്. നല്ലൊരു തണൽ മരം. ഡാമിൻ്റെ അടുത്ത് തന്നെ കാവലിൻ്റെ പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സർക്കിളിൻ്റെ കാഴ്ചയാണ്. നിറയെ ചെടികൾ, പൂക്കൾ എല്ലാം ഉണ്ട്. എവിടെ? ഇത് ആനയാണോ? ഒട്ടകപ്പക്ഷി. അത് തുമ്പിക്കൈ. അത് ആ ശരി. ആ ഇത് ആനയാവും അല്ലേ? എനിക്ക് ഒട്ടകപ്പക്ഷി പോലെ തോന്നിയത്. ഓ, നല്ല നീല ചെടി കേട്ടോ. പൂമ്പാറ്റ വരണ തോന്നുന്നു. അതെ അതെ, നിറയെ പൂമ്പാറ്റ ഉണ്ട് അതിൽ. ആ, പൂമ്പാറ്റകളെ ആകർഷിക്കും. അപ്പോൾ ഈ ഭാഗത്തേ ഇരിക്കാനായിട്ട് നല്ല കസേരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ബെഞ്ച്, നല്ല പന പോലത്തെ മരത്തിൻ്റെ ചുവട്ടിലാണ്. ഓ, ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഓ, നല്ല വ്യൂ. ഓ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് പാർക്കിൻ്റെ. കൊള്ളാം. ഇത് പൊളിച്ച്, അത് പൊളിച്ച്
നല്ല ഗംഭീര ഡാമാണ് കേട്ടോ. ഡാമിൻ്റെ മറുകരയ്ക്ക് നമുക്ക് പോകാനോ കാണാനോ പറ്റുന്നില്ല ഇവിടെ നിന്നിട്ട്. ഇവിടുന്ന് നമ്മുടെ ഗാർഡൻ കാണാം. എന്തായാലും നല്ലൊരു കാഴ്ചയായിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഡാമിൻ്റെ ഉഗ്രം കാഴ്ചയാണ്. ഡാമിൻ്റെ അല്ല, നമ്മുടെ ഗാർഡൻ്റെ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഡാമിൻ്റെ ഈ ഗാർഡൻ്റെ സൈഡിൽ കൂടെ നേരെ താഴേക്ക് ഇറങ്ങണം. ഇത് ഹോട്ടൽ മയൂര കാവേരി. ഇതെന്താ റോയൽ ഓർക്കിഡ് വേറെ സ്ഥാപനമാണ്. നിറയെ പൂച്ചെടികളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവാം. ഓ, ഗംഭീര റോഡ് തന്നെ ഉണ്ട് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എന്തായി, ഇതിൻ്റെ പുറത്തെത്തി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഇവിടുന്നൊക്കെ ഗാർഡന് നല്ല വ്യൂ ആണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇത് അവിടെ കുട്ടികൾക്കുള്ള പാർക്ക്, കളി സാധനങ്ങളൊക്കെ ഉണ്ട്, ഉരസലുണ്ട്. നല്ല തണലും തണുപ്പാണ് ഈ പ്രദേശത്ത്. കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്കുള്ള സംഗതികളൊക്കെ ഇവിടെ നിന്ന് അറിയുന്നുണ്ട്. ഇതവിടെ സ്പ്രിങ്ക്ലർ വെച്ച് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുൽത്തകടിയൊക്കെ നന്നായിട്ട് നനയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള റോഡാണ്, നല്ല ഭംഗിയുള്ള കൈവരി. ഇവിടെ ആനയുടെ നല്ലൊരു പ്രതിമ, അവിടെ ജിറാഫ്, അവിടെ കാട്ടുപോത്ത്, ഇവിടെ പത്തി വെച്ചിരിക്കുന്ന വലിയ സർപ്പം. ഓ, കുട്ടികളുടെ പാർക്കിൽ അവരുടെ കളിസ്ഥലങ്ങൾ അപ്പുറത്ത് വീണ്ടും ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് നിറയെ കോപ്പുകൾ, ഉരസലുകൾ അവിടെ ഉണ്ട്. ഇവിടെ സ്റ്റെപ്പാണ് ആണോ, പത്തി വെച്ചിരിക്കുന്ന സർപ്പത്തിൻ്റെ ചോട്ടിലിരിക്കുക. അപ്പോൾ നമ്മളെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട്, ഗാർഡൻ്റെ കാഴ്ചകൾ കണ്ട് നല്ല മടക്കയാത്ര ആരംഭിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് നല്ല തണലും തണുപ്പും നല്ല കാറ്റുമുള്ള നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ മൈസൂർ വൃന്ദാവൻ ഗാർഡൻ. 100 രൂപയാണ് എൻട്രി ടിക്കറ്റ്. മൈസൂരിൽ വരുന്ന വർഷം ഈ പരിസരം കൂടി കാണാം, മനസ്സിലാക്കുക. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ നിറയെ ടൂർ വന്നിരുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ പ്രായത്തിലും വരാൻ പറ്റിയൊരു സ്ഥലമാണ് മൈസൂർ. ഓക്കെ.